അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 19, 2016 ഉത്തർപ്രദേശിലെ ഹാപൂർ പോലീസ് സ്റ്റേഷനിലോട്ട് രാവിലെ 7 മണിക്ക് ഒരു കോൾ വരികയാണ്. അവിടെ അപ്പർ ഗംഗ കനാലിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കോളായിരുന്നു അത്. ഉടനെ തന്നെ പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയായിരുന്നു. അപ്പോൾ ഒരു 20-നും 25-നും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അവരവിടെ കണ്ടത്. ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അവർ സെർച്ച് ചെയ്തപ്പോൾ ദുരൂഹമായ സാഹചര്യത്തിൽ പാർക്ക് ചെയ്ത ഒരു കാർ ഏകദേശം 500 മീറ്റർ മാറിയിട്ട് അവർ കാണുകയാണ്. ആ കാറിൻ്റെ ഉള്ളിൽ ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉടനെ ഫോറൻസിക് ടീമും ബാക്കിയുള്ള എല്ലാവരും വന്നു. അവർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ ഒരു ബ്ലഡും കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ അത് ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ പോലീസുകാർ ചിന്തിച്ചത് ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തി അതിനുശേഷം ആ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കനാലിലോട്ട് ഡംപ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ആ മൃതദേഹം ഒഴുകിയിട്ട് ഇവിടെ വന്ന് അടിഞ്ഞതായിരിക്കും എന്നുള്ള ഒരു അസംഷനിലോട്ട് പോലീസുകാരെത്തുകയാണ്. അങ്ങനെ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. തലയ്ക്ക് അടിയേറ്റിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴുത്തിലെ എല്ലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴുത്തിഞ്ഞടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയതെന്നും ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ ഈ ഒരു സാൻഡ്രോ കാറിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഡൽഹിയിലുള്ള വേദ് പ്രകാശ് എന്ന് പറയുന്ന ഒരാളുടെ പേരിലായിരുന്നു ആ ഒരു കാർ ഉണ്ടായിരുന്നത്. നേരെ പോലീസ് ആ ഒരു അഡ്രസ്സിലോട്ട് പോയി നോക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ ആ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവിടെ കംപ്ലീറ്റ് ഇലയും കാര്യങ്ങളെല്ലാം തന്നെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു 3-4 ദിവസമായിട്ട് ആളില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു വീടിൻ്റേത്. അങ്ങനെ പോലീസുകാർ നൈബേഴ്സിനോട് ചോദിക്കുകയാണ് ആ വീട്ടിലുള്ളവർ എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞ 3 ദിവസമായിട്ട് ആരെയും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ മരിച്ച പെൺകുട്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളും നൈബേഴ്സിന് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ആ ഒരു പെൺകുട്ടിയെ തിരിച്ചറിയുകയാണ്. 23 വയസ്സുള്ള നൈന എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു അത്. ആ വീട്ടിലത്തെ തന്നെ പെൺകുട്ടിയായിരുന്നു. അങ്ങനെ UP പോലീസ് ഡൽഹി പോലീസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു വീട് തുറന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ വീടൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചായിരിക്കില്ല ക്രൈം നടന്നതെന്നുള്ള ഒരു അസംഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്. പിന്നെ പോരാത്തതിന് ഈ നൈനയുടെ അച്ഛനെയും അതുപോലെ തന്നെ അമ്മയെയും അനിയനെയും കാണാനില്ല. ഇവർ 4 പേരുമായിരുന്നു ആ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടായത്. ഇവരെ 3 പേരെയും എത്ര അന്വേഷിച്ചിട്ടും പോലീസിന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പോലീസിന്റെ ആദ്യത്തെ ഒരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ 4 പേരെയും കൂടെ റിലേറ്റീവ്സ് ആരെങ്കിലും കൊന്നതായിരിക്കുമോ എന്നുള്ളതായിരുന്നു, സ്വത്തിനും മറ്റുമൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ റിലേറ്റീവ്സിനെയും മറ്റും ക്വസ്റ്റ്യൻ ചെയ്തു, ഫ്രണ്ട്സിനെ ക്വസ്റ്റ്യൻ ചെയ്തു. ആരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഒരു ലീഡും പോലീസിന് ലഭിച്ചില്ല. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാർ എത്തിയ ഒരു അസംഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓണർ കില്ലിംഗ് ആയിരിക്കും, അതായത് ദുരഭിമാനക്കൂലായിരിക്കും എന്നുള്ള തരത്തിലാണ്. അതായത് ഈ നൈന എന്ന് പറയുന്ന പെൺകുട്ടി വേറെ മതത്തിലോ ജാതിയിലോ പെട്ട ആരെങ്കിലും ഒക്കെ പ്രണയിച്ചിട്ടുണ്ടാകും. സോ ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് മുങ്ങിയതായിരിക്കും എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാരെത്തുകയാണ്. അപ്പോൾ എന്താണ് നൈന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സംഭവിച്ചത്? അതുപോലെ ഈ നൈനയുടെ അച്ഛനും അമ്മയും അനിയനും എവിടെ പോയി? പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. ഈ ഒരു കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേദ് പ്രകാശിന്റെ അനിയൻ മരിക്കുകയാണ്. സോ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. അത് ഇവരുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ആ ഒരു വീട് ഓപ്പൺ ചെയ്യാനായിട്ട് പോലീസുകാരോട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ അത് ഓപ്പൺ ചെയ്തൊന്നും തരാൻ പറ്റില്ല, ആ 3 പേര് എവിടെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്ലൂ നിങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് തരാം, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഇവിടെ തന്നെ കിടക്കും എന്നുള്ളൊരു തരത്തിൽ പോലീസുകാർ അവരോട് പറയാണ്. എന്നാൽ റിലേറ്റീവ്സിനൊന്നും തന്നെ അവർ 3 പേരും എവിടെ പോയി എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു കൃത്യം നടന്നിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഈ ഒരു 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് റിലേറ്റീവ്സിനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയും നൈബേഴ്സിനെയും ഒക്കെ പലതവണ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും യാതൊരു ലീഡും പോലീസിന് ലഭിക്കുന്നുണ്ടായില്ല. അങ്ങനെ ഇരിക്കുകയാണ് 2018 ഒക്ടോബർ മാസം വസീറാബാദിൽ ഒരു 18 വയസ്സിന് താഴെയുള്ള പയ്യൻ ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുന്നത്. അപ്പോൾ ആ പയ്യൻ്റെ പേരിൽ ഓൾറെഡി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജുവനൈൽ ഹോമിലൊക്കെ പോയി വന്ന ഒരു പയ്യനായിരുന്നു. സോ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു സംശയത്തിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ പയ്യൻ്റെ ഏരിയയിൽ ആ പയ്യനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അവൻ ഇവിടുത്തെ വലിയൊരു കേടിയാണെന്നും അതുപോലെ തന്നെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നത് മൂപ്പരുടെ ഒരു സ്വഭാവമായിരുന്നതും, ഞാൻ ഓൾറെഡി 4 പേരെ കൊന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ കൊല്ലുന്നത് എനിക്ക് എളുപ്പമാണ്, അങ്ങനെയൊക്കെ ആൾ സ്ഥിരമായിട്ട് പറയാറുണ്ടായിരുന്നതായിട്ടൊക്കെ പോലീസിന് മനസ്സിലാവുകയാണ്. ഈ 4 പേരുടെ കൊലപാതകത്തിന്റെ കേസ് കേട്ടപ്പോൾ പോലീസുകാർ ആകെപ്പാടെ ഷോക്കായി. അപ്പോൾ ആ ഒരു കൊലപാതകങ്ങളെ കുറിച്ചിട്ട് നിങ്ങളോട് അവൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ അഭിഷേക് പാൽ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങളെല്ലാം ചെയ്തതെന്ന് ആ ഒരു പയ്യൻ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ അഭിഷേകിനോട് ചോദിച്ചു നോക്കുന്നുള്ളൊരു തരത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായി. അങ്ങനെ അഭിഷേകിനെ പോലീസുകാർ ട്രാക്ക് ചെയ്തു. നവംബർ 2018 ആളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു.
ആൾക്കും കുറേ ക്രിമിനൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾ പറഞ്ഞത് ഇല്ല സാറേ അങ്ങനെയൊന്നുമില്ല, അവൻ വെറുതെ എന്തൊക്കെയോ പറയുന്നതാണ്, അല്ലാണ്ട് ഞാൻ 4 കൊലപാതകത്തിനൊന്നും ഒരു പങ്കാളിയോ ആയിരുന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു ആള് പറഞ്ഞിരുന്നത്. എന്നാൽ പോലീസുകാർ ചോദ്യം ചെയ്യേണ്ട പോലെ ചോദ്യം ചെയ്തപ്പോൾ ഒരുപാടധികം കാര്യങ്ങൾ ആളുടെ വായിൽ നിന്നും വരികയാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് നൈന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പെൺകുട്ടിയെ കൊന്നത് താനാണെന്ന് ആള് സമ്മതിക്കുകയാണ്. അപ്പോൾ അവരുടെ പാരൻസിനും അതുപോലെ തന്നെ മകനും എന്താണ് പറ്റിയതെന്നുള്ള കാര്യം ഇയാളോട് ചോദിച്ചപ്പോഴാണ് ഇയാൾ ആ ഒരു സ്റ്റോറി പറയുന്നത്. ഈ വേദു പ്രകാശിനും ആളുടെ വൈഫായിട്ടുള്ള സാധനയ്ക്കും 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്തതായിരുന്നു നൈന, 23 വയസ്സായിരുന്നു പ്രായം. അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിരുന്നു. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. ശുഭം എന്നായിരുന്നു ആ ഒരു പയ്യന്റെ പേര്. 16 വയസ്സായിരുന്നു ആ പയ്യന്റെ പ്രായം. ഡിപ്ലോമയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു പയ്യൻ. ഇവരുടെ ഫാമിലി ഫൈനാൻഷ്യലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. ഇവർക്ക് ഡൽഹിയിൽ 3 ടെക്സ്റ്റൈലിൻ്റെ ഷോപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെയും വേറെ കടമുറികളും മറ്റൊക്കെ ഉണ്ടായിരുന്നത് വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഒരു കടമുറി ഋതേഷ് എന്ന് പറയുന്ന ഒരാൾക്ക് ഇവർ ലീസിന് കൊടുക്കുകയാണ്. ഋതേഷ് കട നടത്തിയിട്ട് വലിയ ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല, നഷ്ടം മാത്രമായിരുന്നു. വാടക കൊടുക്കാനൊക്കെ ആൾ ഒരുപാടധികം ബുദ്ധിമുട്ടി. അതിനോടൊപ്പം തന്നെ കട നന്നാക്കാനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് ആൾ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ കടം വാങ്ങുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് ആൾ ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും തന്നെ ആൾക്ക് തിരിച്ചടക്കാനും പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുക, കച്ചവടമൊട്ടും അങ്ങനെ രക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല. അതായത് ഇതിൽ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയും അയാൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആളാകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ആളുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള അഭിഷേകിനോട് ഇതിനെക്കുറിച്ച് ഇങ്ങേറ്റ് സംസാരിക്കുന്നത്. അപ്പോൾ അഭിഷേക് പറഞ്ഞു, നിനക്ക് വേദു പ്രകാശിനോട് തന്നെ പൈസ ചോദിച്ചൂടെ, അതായത് നിന്റെ മുതലാളിയല്ലേ, ആൾ പൈസ തരുമല്ലോ, ആൾക്ക് പലിശ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നൈസായിട്ട് ആളുടെ അടുത്ത് തന്നെ ചോദിക്കുക, എന്നിട്ട് ആളുടെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ ഫണ്ട് വാങ്ങിയിട്ട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, എല്ലാം ശരിയാകും എന്നുള്ളത് പറയുകയാണ്. അങ്ങനെ നേരെ ഈ ഒരു ഋതേഷ് വേദുപ്രകാശിൻ്റെ അടുത്ത് നിന്നായിട്ട് എനിക്കൊരു 7 ലക്ഷം രൂപ കടം വേണം എന്നുള്ള കാര്യം പറയാണ്. എന്നാൽ വേദുപ്രകാശ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഇല്ല, അസറ്റ്സ് ഒന്നും തന്നെ ഇല്ല, ഒന്നുമില്ലാതെ ഞാൻ നിനക്ക് എങ്ങനെ കടം തരും, ഇനിയിപ്പോൾ നിനക്ക് കടം എനിക്ക് തരാൻ പറ്റുന്നൊരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ലക്ഷം രൂപയാണ്. അത് തരണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ആരെങ്കിലും എന്താ പറയുക ജാമ്യം നിൽക്കണം, ഒരു ഗ്യാരണ്ടിയർ വേണം എന്നുള്ളത് പറയുകയാണ്. അങ്ങനെ ആൾ തൻ്റെ സുഹൃത്തായിട്ടുള്ള അഭിഷേകിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അഭിഷേക് പറഞ്ഞു, ഓക്കെ ജസ്റ്റ് ജാമ്യം നിൽക്കല്ലേ, ഒന്ന് ഒപ്പിടേണ്ട കാര്യമല്ലേ ഉള്ളൂ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു, ഈ പണവും വാങ്ങി. ആ ഡോക്യുമെൻറ്റിലത്തെ ക്ലോസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഋതേഷ് പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ പൈസ കൊടുക്കണം എന്നുള്ളതായിരുന്നു. ആ ഒരു ക്യാഷ് വെച്ച് കട ഡെവലപ്പ് ചെയ്തിട്ടും ബിസിനസ് ഒന്നും ഉണ്ടായില്ല. വീണ്ടും നഷ്ടത്തിലോട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വേദുപ്രകാശ് സ്ഥിരമായിട്ട് ഇവരോട് പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരം വരെ കാര്യങ്ങളെത്തി. ഇവർ രണ്ടുപേരും ഇയാളുടെ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഈ ഫണ്ട് ഒപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. എന്നാൽ അവരെത്ര ശ്രമിച്ചിട്ട് ഫണ്ടും കാര്യങ്ങളൊന്നും ഒക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവർ സോനു എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നത്. ഇയാൾ ഈ ഒരു വേദുപ്രകാശിൻ്റെ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു, ഇയാളുടെ ഒരു റിലേറ്റീവ് കൂടിയായിരുന്നു. അപ്പോൾ ഇയാളെ പരിചയപ്പെട്ടപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വേദുപ്രകാശിൻ്റെ മാമനാണ്, ആളുടെ മകളായിട്ടുള്ള നൈനനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ വേദുപ്രകാശ് ഇല്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വത്തും കാര്യങ്ങളൊക്കെ എനിക്ക് വരും. സോ നൈസായിട്ട് അയാളുടെ വൈഫിനെയും മോനെയും ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫണ്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വീടൊക്കെ വെച്ച് തരാം, അതുപോലെ തന്നെ കുറേ പൈസയൊക്കെ തരാം, നിങ്ങളുടെ ലൈഫൊക്കെ സെറ്റിലാകും. അപ്പോൾ നൈസായിട്ട് അയാളെ തട്ടിക്കളഞ്ഞാൽ മതി എന്നുള്ളൊരു ഐഡിയ ഇവർക്ക് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അഭിഷേകിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൾക്ക് കുറച്ച് ക്രിമിനൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ കൊന്നുകളയാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അഭിഷേക് വരെ എത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പിന് ഒരു ചെറിയ പയ്യനെ സെറ്റാക്കാണ്. ആ ഒരു ടൈമിൽ ആ ഒരു പയ്യന് 15-16 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പയ്യനോട് പറഞ്ഞു, ഈ ഒരു കാര്യത്തിന് നീ എൻ്റെ കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ നിനക്ക് വീടും കാര്യങ്ങളും തരാം, ഒരുപാടധികം ഫണ്ട് തരാം, പിന്നെ നിൻ്റെ ലൈഫ് തന്നെ സെറ്റിലാകും എന്നുള്ള കാര്യം പറഞ്ഞു. എന്നാൽ ഋതേഷിന് ഇതിൽ ഭയങ്കര പേടിയായിരുന്നു. അതായത് അങ്ങനെയൊന്നും ചെയ്യേണ്ട, ആകെപ്പാടെ പ്രശ്നമാവും എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അഭിഷേക് ഋതേഷിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത്, നീ പേടിക്കൊന്നും വേണ്ട, കൂടെ നിന്നാൽ മതി, മിണ്ടാണ്ട് നിന്നാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ താൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തു. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 15, 2016 അഭിഷേകും ഈ ഒരു പയ്യനും കൂടെ നേരെ ഈ വേദുപ്രകാശിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവർ അവിടെ എത്തുന്ന ആ ഒരു ടൈമിൽ വേദുപ്രകാശ് പുറത്ത് പോയിട്ട് വീട്ടിലോട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അഭിഷേക് ആളോട് പറഞ്ഞു, എനിക്ക് പൈസയുടെ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒന്ന് വരുമോ എന്ന് വെച്ചു. അപ്പോൾ ഈ വേദപ്രകാശ് അങ്ങോട്ട് വന്നു, നമുക്ക് കാറിൻ്റെ അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ കാറിൻ്റെ അകത്തോട്ട് കയറി. ആ ഒരു ടൈമിൽ ബാക്ക് സീറ്റിലിരുന്നിരുന്ന ആ ഒരു പയ്യൻ ഒരു ക്ലച്ചിൻ്റെ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ആൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് ആളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ സൗണ്ടൊന്നും പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലിരുന്നിരുന്ന അഭിഷേക് വായും മൂക്കും പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ മരണപ്പെട്ടു. പിന്നീട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേറൊരു സംശയം ഉണ്ടായി. കാരണം ഈ വേദുപ്രകാശിനെ വിളിക്കുന്നത് ആളുടെ മകനായിട്ടുള്ള ശുഭം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശുഭം ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾ കുടുങ്ങുന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. നേരെ നൈസായിട്ട് അവിടെ വീണ്ടും അവരുടെ വീട്ടിൽ നിന്നിട്ട് ശുഭത്തിനോട് അതും ഇതൊക്കെ പറഞ്ഞ് ആളെയും ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ കയറ്റി ഈ സെയിം രീതിയിൽ കഴുത്തിൽ ക്ലച്ച് കേബിൾ ഇട്ടും അതുപോലെ തന്നെ തലയ്ക്ക് ഇരുമ്പിൻ്റെ ഒരു കട്ട കൊണ്ട് അടിച്ചും ആ ഒരു പയ്യനെയും കൊലപ്പെടുത്തുകയാണ്. ഇത് രണ്ടും കൂടെ കഴിഞ്ഞപ്പോൾ ഇവരെ രണ്ടുപേരായിട്ട് സംസാരിക്കുന്നത് ആ എന്താ പറയുക, ഈ ശുഭത്തിൻ്റെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ പുറത്ത് പറഞ്ഞാലും മതിയല്ലോ എന്നുള്ളൊരു സംശയം ഇവരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ അടുത്ത് ഇവർ ചെന്നിങ്ങനെ സംസാരിക്കുകയാണ്. അതായത് വീട്ടിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു, ഈ സാൻഡ്രോ കാറിൻ്റെ കീ ഒന്ന് തരൂ, നിങ്ങളുടെ മകനായിട്ടുള്ള ശുഭത്തിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ അകത്ത് ചെന്നിട്ട് സാൻഡ്രോ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് വരികയാണ്. ആ ഒരു ടൈമിൽ ഇവർ പ്രതീക്ഷിക്കാത്ത നേരത്ത് ആ സ്ത്രീയുടെ തലക്കൊരു അടിയും കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ക്ലച്ച് കേബിൾ ഉപയോഗിച്ച് തന്നെ ആ സ്ത്രീയെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. പിന്നീട് ഇവർ വീടിൻ്റെ കീയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ബോഡി ആ ഒരു സാൻഡ്രോ കാറിൻ്റെ ഉള്ളിലാക്കി. അപ്പോഴാണ് ഇവർ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. നമ്മൾ ഇവരോട് 3 പേരോട് സംസാരിക്കുന്നത് ഈ നൈന എന്ന് പറയുന്ന പെൺകുട്ടി അറിഞ്ഞിട്ടുണ്ടാകും. സോ നൈനയെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ തങ്ങൾ പിടിക്കപ്പെടുമെന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരികയാണ്. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കീ ഉപയോഗിച്ച് വീട് തുറന്ന് വീടിൻ്റെ അകത്തോട്ട് കയറി നൈനയുടെ തലക്കടിച്ചു. സെയിം രീതിയിൽ കഴുത്തിൽ ആ ഒരു ക്ലച്ച് കേബിൾ ഇട്ട് കഴുത്ത് ഞെരിച്ച് ആ ഒരു പെൺകുട്ടിയെ കൂടി കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ഇവരുടെ 4 പേരുടെയും ബോഡി ആ ഒരു കാറിലാക്കി. അതിനുശേഷം ആ ഒരു സാൻഡ്രോ കാറും അഭിഷേകിൻ്റെ കാറും എടുത്തിട്ട് അവർ അവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ മാറിയിട്ടുള്ള ആ ഒരു കനാലിൻ്റെ അടുത്തോട്ട് പോയി. പിന്നീട് ആ 4 ബോഡിയും അവിടെ ഡംപ് ചെയ്യാണ്. എന്നിട്ട് സാൻഡ്രോ കാർ അവിടെ ഉപേക്ഷിച്ചിട്ട് അഭിഷേകിൻ്റെ കാറിൽ അവർ 2 പേരും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുകയാണ്. ആ 4 ബോഡിയിൽ നിന്നും ആ പെൺകുട്ടിയുടെ ബോഡി മാത്രമായിരുന്നു അവിടെ കരക്കടിഞ്ഞത്. അതാണ് പോലീസുകാർ അന്ന് കണ്ടെത്തിയതും പിന്നീട് അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും മറ്റൊക്കെ നടത്തിയതും. അപ്പോൾ ഇവരെ 3 പേരെയും കാണാതായതുകൊണ്ട് തന്നെ മകളെ കൊലപ്പെടുത്തിയിട്ട് അവർ മുങ്ങിയതായിരിക്കും എന്നുള്ളൊരു സംശയവും പോലീസിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. പോലീസുകാർ എത്ര അന്വേഷിച്ചിട്ടും ഇവരെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ഈ ഒരു സമയത്ത് ഈ ആ പയ്യൻ്റെ നാട്ടിൽ ഭയങ്കര ഗുണ്ടായിസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ആ പയ്യൻ പറയാറുണ്ടായിരുന്നു, ഞാൻ 4 പേരെ കൊന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ കൊല്ലുന്നത് എനിക്ക് പുഷ്പം പോലുള്ള ഒരു കാര്യമാണ്. അതായത് 4 പേരെ കൊന്നിട്ട് പോലീസ് പിടിച്ചില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം ആ പയ്യനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഡയലോഗ് പറഞ്ഞ് നടക്കുക. പിന്നീട് ആ ഒരു ഡയലോഗ് തന്നെ ആയിരുന്നു ഈ ഒരു കൊലപാതകം തെളിയിക്കാനായിട്ട് കാരണമായതും. അങ്ങനെ പോലീസുകാർ ഈ ഒരു ഹൃദേശ് എവിടെയെന്ന് അഭിഷേകിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു 2016 തന്നെ ബീഹാറിൽ വെച്ചിട്ട് ഈ ഒരു ഹൃദേശ് എന്ന് പറയുന്ന ആൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തു, ഈ മനോദുഃഖവും കാര്യങ്ങളൊന്നും താങ്ങാൻ പറ്റാതെ. പിന്നീട് ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ബൈക്ക് ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഒരു കേസിൽ പിന്നെ ഞാനാണ് ബാക്കിയുള്ളത് എന്നുള്ളൊരു തരത്തിൽ അയാൾ പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് 2 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കേസ് പോലീസുകാർ തെളിയിക്കുന്നത്. ജസ്റ്റ് ഒരു കൊലപാതകത്തിൻ്റെ പിന്നിൽ നിന്ന് തുടങ്ങി അവസാനം അതൊരു 4 പേരുടെ കൂട്ടക്കൊലപാതകമാണെന്ന് ആ ഒരു സമയത്താണ് പോലീസുകാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.